ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ അനശ്വരനായ ദൈവത്തിന്റെ സന്നിധി അവിടുത്തെ തിരുവെഴുത്തുമെന്ന് നിൽക്കുവാൻ എന്നെ സഹായിച്ച എന്റെ ദൈവത്തിന് ഞാൻ എന്റെ ഹൃദയംഗമായ പ്രണാമത്തെ അർപ്പിക്കുന്നു. വിഭാഗ വ്യത്യാസമന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന സകല മാന്യ ശ്രോതാക്കൾക്കും തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെയും അറിയിക്കും. വെളിപ്പാടുകളുടെ കേദാരം എന്നറിയപ്പെട്ട ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ആ വിശുദ്ധ ബൈബിൾ ഒടുവിലായി നമുക്ക് വെളിപ്പെടുത്തുന്ന അന്ത്യന്യായവിധി എന്ന സത്യത്തെ അല്പനേരം ചിന്തിക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ ബൈബിൾ എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. സങ്കീർത്തനം 9:7, ന്യായവിധിക്ക് ദൈവം സിംഹാസനം ഒരുക്കിയിരിക്കും. യോബിന്റെ പുസ്തകം 19:29, ഒരു ന്യായവിധി ഉണ്ട് എന്ന് അറിഞ്ഞുകൊടുക്കുക. അതേ, തിരക്കിട്ട ജീവിതത്തിന്റെ മേഖലയിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിന്റെ പാപവഴികളെയും ലോകത്തിന്റെ കാലുഗതികളെയും അനുസരിച്ച് സഞ്ചരിക്കുന്ന പ്രിയരെ, സകല മനുഷ്യരെയും നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. ഒരു ന്യായവിധി ഉണ്ട്. നിശ്ചയമായി ന്യായം വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് ഘോഷിക്കുകയാണ്. ന്യായവിധി എപ്പോൾ, എവിടെ, എങ്ങനെ, ആര് ന്യായം വിധിക്കും? ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് നാശത്തിലേക്ക് തന്നെയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും വെറിക്കൂത്തിനും അടിമപ്പെട്ടു പോകുന്ന യുവതലമുറ, തീവ്രവാദത്തിനും വർഗീയതയ്ക്കും വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മറ്റൊരു കൂട്ടം, പാവങ്ങളെ കൊന്നൊടുക്കുന്നതായ ഒരു തലമുറ, ഏതെങ്കിലും ഒരു മതഗ്രന്ഥമോ ഏതെങ്കിലും ഒരു ദൈവമോ മനുഷ്യനെ കൊന്നൊന്ന് സ്ഥാപിക്കുവാൻ ഒരു ഭാഗത്തും കൽപ്പിച്ചിട്ടില്ല. വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും പേരിൽ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് ഏത് ദൈവമായി ഇതിന് അധികാരം തന്നു? ഏത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാ നിങ്ങൾ തീവ്രവാദത്തിന്റെ പിന്നാലെ ഓടുന്നത്? വചനം പറയുന്നു, എന്നെയും നിന്നെയും ന്യായം വിധിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ നിന്ന് ആർക്കും തെറ്റിയൊഴിയുവാൻ കഴിയത്തില്ല. ഒരു ഭയാനകരമായ ദിവസം, ആ ന്യായവിധിയുടെ ദിവസം ഇതാ വേഗത്തിൽ ആസന്നമാക്കുന്നുവെന്ന് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ന്യായത്തെയും അന്യായത്തെയും, നീതിയെയും നിയമത്തെയും, സത്യത്തെയും അസത്യത്തെയും, ധർമ്മത്തെയും അധർമ്മത്തെയും, നിർമ്മലതയും വിശുദ്ധിയെയും, നിയമങ്ങളെയും നിയമപാലകരെയും, വെളിച്ചത്തെയും ഇരുട്ടിനെയും, ദൈവത്തെയും സാത്താനെയും, മനുഷ്യരെയും ദൂതന്മാരെയും, ആഴത്തെയും ആകാശത്തെയും, ചരിത്രത്തെയും ശാസ്ത്രത്തെയും, ഭക്തരെയും അഭക്തരെയും, വിജ്ഞാനികളെയും വിഡ്ഢികളെയും, വീരന്മാരെയും വിക്രമന്മാരെയും, അന്യനെയും സ്വന്തക്കാരെയും ബന്ധുവിനെയും ശത്രുവിനെയും, ബ്രഹ്മത്തെ അറിഞ്ഞവനെയും അറിയാത്തവനെയും, അനുസരിക്കുന്നവനെയും നിഷേധിക്കുന്നവനെയും, രാജാക്കന്മാരെയും സാമ്രാട്ടുകളെയും, രാജ്യങ്ങളെയും രാജധാനികളെയും, രാജ്ഞിമാരെയും തോഴിമാരെയും ദാസിമാരെയും ദാസന്മാരെയും, യജമാനന്മാരെയും കൂലിക്കാരെയും ഇടയനെയും ആടുകളെയും, മുന്തിരിയെയും കാട്ടത്തെയും സൂര്യനെയും ചന്ദ്രാദി നക്ഷത്രങ്ങളെയും, കാണുന്നതിനെയും കാണാത്തതിനെയും, തുടക്കത്തെയും ഒടുക്കത്തെയും, പാരിനെയും പരത്തിനെയും, അദൃശ്യതയും ദൃശ്യതയും, സ്വർഗത്തെയും നരകത്തെയും, ന്യായവിധിയെയും ശിക്ഷകളെയും, നിത്യതയും ക്ഷണികതയും വെളിപ്പെടുത്തുന്ന അനശ്വര കൃതിവിശേഷമായ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നു, ഒരു ന്യായവിധി ഉണ്ട്. ന്യായവിധി എപ്പോൾ? കാല അവസാനത്തിൽ. ഏത് കാലത്തിന്റെ അവസാനത്തിൽ? ഈ ലോകത്തെ ദൈവത്തിന്റെ വചനം ചില യുഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ യുഗം നിഷ്ഠാവയുഗം, അഥവാ ആദി മനുഷ്യനായ ആദവും കവ്വായും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുന്നത് വരെയുള്ള സമയത്തെ നിഷ്ഠാവയുഗം എന്ന് വിളിക്കും. പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോ ദൈവം മനുഷ്യൻ ഒരു കൽപ്പനയും നൽകാതെ അവന്റെ മനസ്സാക്ഷിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ യുഗത്തെ മനസ്സാക്ഷിക്കുമെന്ന് വിളിക്കും. എന്നാൽ നോഹയുടെ കാലത്തിലെ പ്രളയത്തിന് മുൻപുള്ള ചരിത്രം നോക്കിയാൽ മനുഷ്യന്റെ മനസ്സാക്ഷി മരവിച്ച് തഴമ്പിച്ച് പാപത്തിൽ തപ്പി നടക്കുമ്പോൾ ആ തലമുറയെ സ്വർഗത്തിലെ ദൈവം പ്രളയത്തോടുകൂടി മുടിച്ചു. തുടർന്ന് നോഹയുടെ കുടുംബമടങ്ങുന്ന
8 പേരടങ്ങുന്ന സംഘത്തിന് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ ഭരിക്കുവാനുള്ള അധികാരവും മാംസം ഭക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യ ഭരണയുഗത്തെ തുറന്നു. മനുഷ്യ ഭരണയുഗത്തിൽ മനുഷ്യരെല്ലാം പരാജയപ്പെട്ട് പാപത്തിന്റെ പടുകുഴികൾ തപ്പി നടന്നപ്പോൾ അഖിലാണ്ടകാരകനായ ദൈവം തേരകന്റെ പുത്രനായ അബ്രാമിനെ വിളിച്ച് അബ്രഹാമാക്കി മാറ്റിക്കൊണ്ട് 33 വാക്തത്വങ്ങളെ നൽകിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം വാക്തത്വ യുഗത്തെ തുറന്നു. എന്നാൽ കാലം മുന്നോട്ട് പോയി വാക്തത്വത്തിന്റെ മുമ്പിൽ അത് പ്രാപിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ട മനുഷ്യൻ കാലത്തികവിൽ അനിശ്ചിത നേതാവും നിയമദാതാവുമായ മോശയിൽ കൂടെ തന്റെ ജനമായ ഇസ്രായേലിനെ മിശ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന സീനായി പർവ്വതത്തിൽ വെച്ച് 613 കൽപ്പനകൾ അടങ്ങുന്ന ന്യായപ്രമാണ സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകിക്കൊണ്ട് ന്യായപ്രമാണ യുഗത്തെ തുറന്നു. യുഗം സ്നാപക യോഹന്നാൻ വരെ നിലനിന്നു. കർത്താവായ യേശുക്രിസ്തു പ്രഖ്യാപിച്ചു, ന്യായപ്രമാണത്തിനും പ്രവാചകന്മാർക്കും കാലം സ്നാപക യോഹന്നാൻ വരെ, അതിനുശേഷമോ സുവിശേഷം പ്രസംഗിച്ചു വരുന്നു. അതേ പ്രിയരെ, സ്നാപക യോഹന്നാനിൽ കൂടെ ഈ ന്യായപ്രമാണ യുഗം അവസാനിച്ചു. ഒടുവിൽ കർത്താവായ യേശുക്രിസ്തു കാലത്തിൽ ജനിച്ചവനും കന്യകയിൽ ജനിച്ചവനും പാപത്തിനു വേണ്ടി ബലിയാടായി തീർന്നവനും കാലത്തിൽ കല്ലറയിൽ അടയ്ക്കപ്പെട്ടവനും മരണത്തെ അതിജീവിച്ചുകൊണ്ട് 3-ാമത്തെ ദിവസം പുനരുത്ഥാനത്തിൽ വന്ന് മുത്തുംഗ പ്രതാപനായി സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്ത പരിശുദ്ധാത്മാവിനെ ഭൂമിമേൽ നൽകിക്കൊണ്ട് ഉറപ്പിച്ചെഴുന്നേൽപ്പിച്ചതത്രേ കൃപായുഗം. ഇന്ന് നാം ആയിരിക്കുന്നത് ഈ കൃപായുഗത്തിലത്രേ. അതിവിദൂര ഭാവിയിൽ കർത്താവായ യേശുക്രിസ്തു വാനപ്രത്യക്ഷതയിൽ വരും. ആകാശ മേഘങ്ങളെ വാഹനമാക്കി വന്ന് സഭയെ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഈ കൃപായുഗം അവസാനിക്കുന്നു. പിന്നെ 7 വർഷക്കാലം ഏകാധിപത്യ യുഗം. ഈ യുഗത്തിന്റെ ഒടുവിൽ പീഡനയുഗമെന്ന് വിളിച്ച് അവസാനിപ്പിക്കാം. പീഡനയുഗത്തിന്റെ ഒടുവിലായി രാജാവായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയെ 1000 ആണ്ട് ഭരിക്കുവാൻ രാജാവായി ഇറങ്ങി വരും. ഭൂമിയിൽ നിന്ന് അധർമ്മത്തെ തുടച്ചു മാറ്റി ധർമ്മം സ്ഥാപിച്ച് 1000 ആണ്ട് താൻ വാഴ്ച നടത്തും. 1000 ആണ്ട് വാഴ്ചയ്ക്കൊടുവിലായി അസത്യത്തിന്റെ മൂർത്തിയായ പിശാചിനെ ചങ്ങലയിൽ നിന്ന് കെട്ടഴിച്ചു വിടുമ്പോ വിശുദ്ധന്മാർക്കും ദൈവത്തിനും എതിരെ തിരിയുന്ന സാത്താന്റെ മേൽ ദൈവ കോപാഗ്നി ഇറങ്ങുമ്പോൾ 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് വെളിപ്പെടുത്തിയ ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഭൂമി അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടും. ഈ ഭൂമി മുഴുവൻ അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോ ഇന്ന് കാണുന്ന ആകാശത്തിന് മാറ്റം വരും, ഇന്ന് കാണുന്ന ഭൂമണ്ഡലത്തിന് മാറ്റം വരും, സമുദ്രത്തിന് മാറ്റം വരും. സർവ്വതും മാറിയൊരു ശൂന്യത വരുമ്പോ സ്വർഗത്തിലെ ദൈവം ഒരു ന്യായവിധിയുടെ സിംഹാസനം ഒരുക്കും. എവിടെ സിംഹാസനം ഒരുക്കും? എങ്ങനെ ഒരുക്കും? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-12, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9-10. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ പറയുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അതേ, ഭൂമിയില്ല, ഇന്ന് കാണുന്ന സമുദ്രമില്ല, ഇന്ന് കാണുന്ന ആകാശമില്ല. പിന്നെ അവശേഷിക്കുന്ന ശൂന്യതയിൽ സ്വർഗത്തിലെ ദൈവം ഒരു വെള്ള സിംഹാസനം ഒരുക്കും. വെള്ള പരിശുദ്ധിയെയും വിശുദ്ധിയെയും സത്യത്തെയും കുറിക്കുന്നു. സത്യത്തിന്റെ സിംഹാസനം, വിശുദ്ധിയുടെ സിംഹാസനം, നീതിയുടെ സിംഹാസനം. ഈ സിംഹാസനത്തിൽ ഒരു പേര് ദൈവം നൽകിയിരിക്കുന്നു. ആ പേരാണ് സ്വർഗീയ കോടതി. സങ്കീർത്തനം 75-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം പറയുന്നു, ദൈവിക കോടതി. ഒരേ ഒരു കോടതി, പക്ഷെ വിവിധ നാമങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം, നീതിയുടെ കോടതി. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം, സത്യത്തിന്റെ കോടതി. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം, മുഖപക്ഷമില്ലാത്ത കോടതി. 1 നീതിയുടെ കോടതി. ഈ ലോകത്തിൽ എത്രയോ മാതാപിതാക്കൾ സ്വന്തം മക്കൾ ഈ ഭൂമിയിൽ ഞെരിഞ്ഞവർന്ന് പോയിട്ടും അവരെ തകർത്ത് കളഞ്ഞ കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുമോ എന്ന് ഉറ്റുനോക്കി അത് ലഭിക്കാതെ നീതിരഹിതമായ ഒരു അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മാതാപിതാക്കളുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഒരു നീതി നടപ്പിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതാണ് നീതിയുടെ കോടതി.
അവിടെ അനീതിക്ക് സ്ഥാനമില്ല. 2, സത്യത്തിന്റെ കോടതി. ബൈബിൾ വെളിപ്പെടുത്തും, ഈ ലോകത്തിൽ 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് കരുതുന്ന നിയമപീഠത്തിന്റെ മുമ്പിൽ എത്രയോ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ അപരാധികൾ പണത്തിന്റെയും സ്വാധീനത്തിന്റെയും മുമ്പിൽ അവർ സ്വതന്ത്രരായി വിലസുന്നു. ഇവിടെ സത്യത്തെ അസത്യം കൊണ്ട് മൂടിവെക്കാൻ ശ്രമിക്കുമ്പോ സത്യത്തിന്റെ സാക്ഷിയായി ഭൂലോകത്തിൽ അവതരിച്ച കർത്താവായ യേശുക്രിസ്തു ഒരുക്കുന്ന സിംഹാസനത്തിന്റെ മുമ്പിൽ സത്യത്തിന്റെ ന്യായവിധി നടത്തും. 3, മുഖപക്ഷമില്ലാത്ത കോടതി. ഇവിടെ രാഷ്ട്രീയ മേലാളന്മാർക്ക് ഒരു നിയമം, താണവന് മറ്റൊരു നിയമം. ഉന്നതന് ഒരു നിയമം, താണവന് വേറൊരു നിയമം. പണമുള്ളവൻ ഒരു നിയമം, പണമില്ലാത്തവൻ ഒരു നിയമം. അധികാര സ്വാധീനമുള്ളവൻ ഒരു നിയമം, അതില്ലാത്തവന് മറ്റൊരു നിയമം. ഇല്ലാത്തവന് ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിയെടുക്കും. അധികാരമുള്ളവന് ഉള്ള തെളിവുകളെ മൂടിവെക്കുന്ന കാലം ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. വചനം പറയുന്നു, അത് നീതിയുടെ കോടതി. ന്യായാധിപനായ ദൈവം അവൻ നീതിമാനാക്കൊണ്ട് നീതിയുള്ള ഒരു വിധി പ്രഖ്യാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വെള്ളസിംഹാസനം ഒരുങ്ങി ശൂന്യതയും ആ സിംഹാസനത്തിന് മറ്റൊരു പ്രത്യേകതയും ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങൾ വച്ചു. വയോധികനായ ഒരുവൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയുമായിരുന്നു. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ഈ വാക്യം വളരെ ശക്തമായി നിങ്ങൾ ചിന്തിക്കണമേ. ശൂന്യതയിൽ ഒരുക്കപ്പെട്ട വെള്ളസിംഹാസനം, ആ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അതിലൊരുവൻ ഇരിപ്പുണ്ട്, വയോധികനായ ഒരുവൻ, അഥവാ പുരാതനമേ ഉള്ള ഒരുവൻ ഇരിപ്പുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട്. യോഹന്നാൻ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ കാണുന്ന ചരാചരങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് കർത്താവായ യേശുക്രിസ്തുവെന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ കാലമുണ്ടാകുന്നതിന് മുൻപ്, ലോകമുണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന പുരാതനമേ ഉള്ള ഒരുവൻ, അത് കർത്താവായ യേശുക്രിസ്തു അത്രേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നു, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രന് നൽകിയിരിക്കുന്നു. 27-ാമത്തെ വാക്യം പറയുന്നു, അവൻ മനുഷ്യനായി, ആകയാൽ മനുഷ്യനെ ന്യായം വിധിപ്പാനുള്ള അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നു. അതേ, ഒരുക്കപ്പെട്ട വെള്ള സിംഹാസനത്തിൽ 5 കോടതികൾ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഇവൻ നീതിമാൻ, ഇവൻ നീതിമാനെന്ന് സിവിൽ കോടതി, മതക്കോടതി സമ്മതിച്ച കർത്താവായ യേശുക്രിസ്തു ന്യായാസനത്തിൽ ന്യായാധിപനായിരിക്കും. അവനിരിക്കുന്ന സിംഹാസനത്തിന്റെ പ്രത്യേകത, അവനിരിക്കുന്ന രഥം കത്തുന്ന തീ, അവന്റെ മുമ്പിൽ നിന്ന് ഒരു അഗ്നി സമുദ്രം ഒഴുകുന്നു. അതേ പ്രിയരെ, ശൂന്യത്തിൽ അവൻ ഒരു അഗ്നി സമുദ്രം വിളിച്ചു വരുത്തുന്നു. കാരണം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ അവനിരിക്കുന്ന രഥം കത്തുന്ന തീ. അവനിരിക്കുന്ന ഇരിപ്പിനെ, വിശുദ്ധിയെ വെളിപ്പെടുത്തിക്കൊണ്ട് വെള്ളസിംഹാസനമെന്ന് വിളിക്കുന്നു. അവന്റെ മുമ്പിൽ നിന്ന് ഇതാ ഒരു അഗ്നി സമുദ്രം ഒഴുകുന്നു. അതിന്റെ മുമ്പിൽ 1000 പേർ അവന് ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്നു, ദൈവത്തിന്റെ ദൂതന്മാർ. അതെ, കാല അവസാനത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു വെള്ള സിംഹാസനം ശൂന്യത്തിൽ വിരിക്കും. അതിൽ ന്യായാധിപനായി കർത്താവായ യേശുക്രിസ്തു ഇരിക്കും. കുറ്റവാളികൾ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം, മരിച്ചവർ ആബാലവൃദ്ധം പേർ, അഥവാ പഴയ നിയമത്തിൽ കയ്യിൽ തുടങ്ങി ഈ യുഗാവസാനം വരെയുള്ള ദൈവനിഷേധികളായ സർവ്വപേരും ഈ ന്യായാസനത്തിന്റെ മുമ്പിൽ വരേണ്ടി വരും. ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, പാസ്റ്ററെ, അവശേഷിക്കുന്നതോ? ഈ 2 കൂട്ടരെയും പഠിക്കണമെങ്കിൽ മരണത്തെക്കുറിച്ച് പഠിക്കണം. മരണം എന്ന് പറയുന്നത് ഒന്നിന്റെയും അവസാനം അല്ല, മരണം മറ്റൊന്നിന്റെ തുടക്കമാണ്. വിശുദ്ധ ബൈബിൾ മനുഷ്യനെ 3 ഘടകങ്ങളായി തിരിച്ചിരിക്കും. അവന്റെ ശരീരത്തെ ദേഹമെന്നും ദേഹിയെന്നും ആത്മാവെന്നും വിളിച്ചിരിക്കും. ഈ ദേഹം മണ്ണിന്റെ ഉൽപ്പന്നമാണ്, അവനിൽ ദേഹിയുണ്ട്.
അവിടെ അഭിലാഷം, അഭിരുചി, വികാരം, വിശപ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അവനിൽ ആത്മാവുണ്ട്. ഇവിടെ ബുദ്ധിയും ഇച്ഛയും മനസ്സാക്ഷിയും അടങ്ങിയിരിക്കുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ബുദ്ധിയും ഇച്ഛയും സ്വാതന്ത്ര്യമുള്ളവനായിട്ടാണ്. ദൈവം മനുഷ്യനെ അടിമയായി സൃഷ്ടിച്ചിട്ടില്ല. എന്തും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും എന്തും ചിന്തിക്കുവാനുള്ള ചിന്താശക്തിയും സ്വർഗത്തിലെ ദൈവം അവന് നൽകി. എന്നാൽ മനുഷ്യൻ സൂത്രങ്ങളെ അന്വേഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. പ്രിയ സ്നേഹിതരെ, മരണമെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നോക്കിയാൽ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച്, അഥവാ യഹോവയെ ആരാധിക്കുകയും യഹോവയുടെ കൽപ്പന അനുസരിക്കുകയും യഹോവയുടെ നാമത്തിൽ യാഗം കഴിച്ച് നിയമം ചെയ്തവരുമായ മനുഷ്യന്റെ മരണത്തിന് നിദ്ര പ്രാപിക്കുക, പിതാക്കന്മാരോടുകൂടി ചേരുക, തങ്ങളുടെ ജനത്തോടുകൂടി ചേരുക എന്ന പദം മാത്രം കൊടുക്കുമ്പോൾ നോഹയുടെ കാലത്തിലെ പ്രളയത്തിൽ ശ്വാസം മുട്ടി മരിച്ചതായ മനുഷ്യരെയും മൃഗത്തെയും നോക്കിക്കൊണ്ട് ബൈബിൾ പറയുന്നു, എല്ലാവരും ചത്തുപോയി. സങ്കീർത്തനം 49 വരുമ്പോൾ 19 വരുമ്പോഴും അവിടെ രേഖപ്പെടുത്തുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മരണത്തെ വളരെ വിശദമായി വിശദീകരിക്കുന്ന ഒരു ഭാഗമത്രേ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള സൂക്തങ്ങൾ. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു സത്യത്തെ വെളിപ്പെടുത്തി. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമര വസ്ത്രവും പട്ടും ധരിച്ചു ദിനം പ്രതി ആഡംബരത്തോടുകൂടി ജീവിച്ചു. തന്റെ പടിപ്പുരയ്ക്കൽ ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി കിടന്നു. എന്നാൽ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ കഷ്ണങ്ങൾ ഭക്ഷിച്ചു ജീവിച്ചു. ലാസർ മരിച്ചപ്പോ ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വന്ന് അവനെ അബ്രഹാമിന്റെ മടി എന്ന് വിളിക്കപ്പെട്ട ദൈവമൊരുക്കിയ വിശ്രമ സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. ഇത് മുകളിലെ ഭാഗം. എന്നാൽ ധനവാൻ മരിച്ചപ്പോ ആര് കൊണ്ടുപോയെന്നോ ധനവാന്റെ പേരോ പറഞ്ഞിട്ടില്ല. എന്നാൽ കൊണ്ടുപോയതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 11 പറയുന്നു, ഒരു ദുഷ്ടദൂതൻ കടന്നു വന്നു. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നു, ഘോര രാജാവിന്റെ അടുക്കൽ എത്തിച്ചു. അവിടുത്തെ അവസ്ഥ യെശയ്യായുടെ പുസ്തകം 24-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നു, കുണ്ടറയിൽ അവർ വിലങ്ങുകാരെ പോലെ കിടക്കുന്നു സന്ദർശന ദിവസം വരെയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, പഴയ നിയമത്തിൽ യഹോവയുടെ നാമത്തിൽ യാഗം കഴിച്ച് നിയമം ചെയ്ത ആ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതോടുകൂടി ഇവിടെ പാപത്തിന്റെ പരിഹാരം വന്നു. ഈ കാരണത്താൽ അവരെ താമസിപ്പിച്ചിരുന്ന സ്ഥലമാണ് ഈ ലാസർ ചെന്നെത്തിയ അബ്രഹാമിന്റെ മടി എന്ന് വിളിക്കപ്പെട്ട സ്ഥലം. എന്നാൽ അന്ന് ദൈവ നിഷേധികളായി മരിച്ചവരൊക്കെയും ചെന്നെത്തിയ സ്ഥലം ഈ ധനവാൻ കിടക്കുന്ന സ്ഥലം. ധനവാൻ അവിടെ കിടന്നുകൊണ്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ ലാസർ മുകളിൽ ഇരിക്കുന്നു, താൻ കീഴെ കിടക്കുന്നു. ലാസർ സന്തോഷിക്കുന്നു, എന്നാൽ ധനവാൻ ഇവിടെ തീ ജ്വാലയിൽ കിടന്നു വരളുന്നു. പ്രിയരെ, ഒരു കുറ്റവാളിയെ കേസ് ലഭിച്ചാൽ ആ കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നു. പോലീസുകാർ കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനടുത്ത് കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി അവനെ 15 ദിവസമോ 30 ദിവസമോ അവനെ റിമാൻഡ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ നിന്ന് ദൈവനിശ്ചേദികളായി മരിക്കുന്ന ഒരു വ്യക്തിയെ ക്രൂരനായ ഒരു ദൂതൻ വന്ന് ഒരു ഘോര രാജാവിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കും. ഹൈന്ദവ പുരാണം തെക്ക് നിന്ന് കാലൻ അഥവാ യമൻ കടന്നു വന്ന് യമലോകത്തിൽ കൊണ്ടുപോകുന്നു എന്ന് വിളിക്കുന്നു. അതിനെ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു ക്രൂരനായ ദൂതൻ കടന്നു വന്ന് ഘോര രാജാവിന്റെ അടുക്കൽ എത്തിക്കുന്നു. അവിടുത്തെ അവസ്ഥ കത്തിച്ചൊലിക്കുന്ന തീജ്വാലയത്രേ. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിയാത്തവന് വേണ്ടി മരണശേഷം നടത്തുന്ന ഒരു കർമ്മങ്ങളും ഫലിതമല്ല എന്ന് അവിടെ വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. അവിടെ കിടന്നുകൊണ്ട് അബ്രഹാം പിതാവിനെ വിളിച്ചിട്ട് ഈ ധനവാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അബ്രഹാം പിതാവേ, ഈ ലാസറിന്റെ വിരലിന്റെ അറ്റം മുക്കി എന്റെ നാവിനെ തണുപ്പിക്കുവാൻ അവനെ പറഞ്ഞേക്കണമേ. ആ മനുഷ്യന്റെ നിലവിളി ഈ പറയപ്പെട്ട വംശപിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ നാമത്തിൽ അവിടെ ഇറങ്ങി വന്ന ദൈവം അവിടെ സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ അബ്രഹാമിന് ആ അധികാരം കൊടുത്ത സ്വർഗത്തിലെ ദൈവം അത് സ്വീകരിച്ചില്ല. അഥവാ മരണശേഷമുള്ള ഒരു കർമ്മങ്ങളും ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയരെ, ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കുക. പഴയ നിയമം കഴിഞ്ഞുപോയി പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ
ഇതിൽ നിന്നൊഴിയുവാൻ മറ്റൊരു വഴിയില്ല. ഇതിൽ വിശുദ്ധന്മാരായി ലാസറിനെ പോലെ വിശുദ്ധിയിലേക്ക് പ്രവേശിച്ച വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവിൽ അവർ ആത്മദേഹികളായി പുനരുത്ഥാനം പ്രാപിക്കും. അവർക്ക് ശിക്ഷാവിധിയില്ല. അവശേഷിക്കുന്ന സർവ്വപേരും യേശുക്രിസ്തു ഈ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട്, വെള്ള സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട്, അഗ്നിയുടെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് സങ്കീർത്തനം 93 മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുമെന്ന് വിളിക്കുമ്പോ അന്ന് വരെ മരിച്ചിട്ടുള്ള സകല ദുഷ്ടന്മാരും സകല ദൈവ നിഷേധികളും അതുവരെ മരിച്ചിട്ടുള്ള സകല മനുഷ്യരും അവന്റെ മുൻപാകെ വന്ന് നിൽക്കും. അവരെങ്ങനെ നിൽക്കും? വെളിപ്പാട് പുസ്തകം 20-13 വാക്യം പറയുന്നു, സമുദ്രം തങ്ങളിൽ മരിച്ചവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കും, ആകാശം തന്നിൽ മരിച്ചവരെ ആകാശം ഏൽപ്പിച്ചു കൊടുക്കും. അഥവാ പഞ്ചഭൂതങ്ങൾ 5 കൊണ്ട് മനുഷ്യ ശരീരത്തെ നിർമ്മിച്ച സ്വർഗത്തിലെ ദൈവം ആ പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തെ വീണ്ടും മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ പറ്റും പാസ്? മറുപടി, നാം ഇന്ന് കമ്പ്യൂട്ടറിൽ രൂപവൽക്കരിച്ചെടുക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് വേണമെങ്കിൽ കാർഡ് ഡിസ്കിലോ മെമ്മറി കാർഡുകളിലോ സേവ് ചെയ്ത് വെക്കാം. ഇനി ഒന്നിലും സേവ് ചെയ്ത് വെക്കാതെ നാം ചിതറിച്ച് കളഞ്ഞാലും നമുക്ക് റീസ്റ്റോർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനെ തിരിച്ചു വിളിക്കാം. മനുഷ്യന് ഇത്രയും മഹാത്ഭുതങ്ങൾ മണ്ണ് കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ മണ്ണിനെയും മനുഷ്യനെയും മെനഞ്ഞ എന്റെ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. മരിച്ചു 4 ദിവസമായ ലാസറിന്റെ കല്ലറക്കൽ ചെന്നതുകൊണ്ട് ലാസറേ പുറത്തേക്ക് വരിക എന്ന് വിളിച്ചപ്പോ ലാസർ തന്റെ ശരീരത്തോടെ പുറത്തു വന്നുവെന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നു. അതേ യായിറോസിന്റെ പുത്രയുടെ അടുക്കൽ പോയിട്ട് യായിറോസിന്റെ മകളെ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കുമ്പോ അവളെ വിട്ടുപോയ ആത്മാവ് അവളിലേക്ക് തിരിച്ചു വന്നുവെന്ന് എഴുതിയിരിക്കുന്നു. അതേ പ്രിയരെ, 3-ാമത്തെ ദിവസം തന്റെ ശരീരത്തെ കല്ലറയിൽ നിന്ന് പുനരുത്ഥാനത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യന് മരണാനന്തര ഒരു ജീവിതമുണ്ടെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തി. ആകയാൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ രക്ഷകനുമായി സ്വീകരിച്ച് ദൈവ വഴിയെ തെരഞ്ഞെടുക്കുകയല്ലാതെ ഇതിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ മറ്റൊരു രക്ഷയുമില്ല. ഇപ്പോൾ സിംഹാസനമൊരുങ്ങി, സിംഹാസനത്തിന്റെ മുമ്പിൽ കുറ്റവാളികളും എത്തി. ഇപ്പോൾ അവർക്ക് വേണ്ടി കുറ്റപത്രം വായിക്കുവാൻ ഒരു കൂട്ടം പേരെ സ്വർഗത്തിലെ ദൈവം വിളിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിന് മുൻപേ ഉള്ളവരെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുവാൻ പഴയ നിയമത്തിൽ ന്യായപ്രമാണം മേടിച്ചതായ മോശ വരുമെന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് ശേഷമുള്ള സകല മനുഷ്യരെയും ന്യായം വിധിക്കാൻ നിർത്തുമ്പോ അവിടെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുവാൻ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വിശുദ്ധന്മാർ വരും. ആരാണ് വിശുദ്ധന്മാർ? 12 അപ്പോസ്തലന്മാരും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നവരും. ആ വിശുദ്ധന്മാർ വന്നു നിന്ന് അവിടെ കുറ്റങ്ങൾ ഓരോന്നായിട്ട് വായിച്ചു കേൾപ്പിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു. ദാനിയേൽ പ്രവാചകൻ പ്രവചിക്കുന്നു, പുസ്തകങ്ങൾ തുറന്നു. അതെ, ചില പുസ്തകങ്ങൾ ഇനി തുറക്കപ്പെടുകയാണ്. കുറ്റവാളികൾ വന്നു, ന്യായാധിപൻ ഇരുന്നു, അവരുടെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ഇനി അവർ ചെയ്ത കുറ്റത്തിന് തക്കവണ്ണം അവരെ വിധിക്കുവാൻ വേണ്ടി ചില പുസ്തകങ്ങൾ തുറക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ IPC അഥവാ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്. ഇന്ത്യൻ പീനൽ കോഡിൽ കോൺസ്റ്റിറ്റ്യൂഷനിലുമാണ് നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ 1-2 പുസ്തകമല്ല, വിവിധ പുസ്തകങ്ങൾ ഉള്ളതായി വെളിപ്പെടുത്തുന്നു. 1 മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 16, സങ്കീർത്തനം 56:8, മീഖ 2:1, യെശയ്യാ 65:5-6 മരണയുടെ പുസ്തകം. അഥവാ നമ്മൾ മറന്നുപോയ നമ്മുടെ പ്രവൃത്തികൾ സ്വർഗത്തിലെ ദൈവം കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവിടെ വെളിപ്പെടുത്തും. കുറ്റപത്രം കേൾക്കുമ്പോൾ പലരും അതിനെ നിഷേധിക്കുവാൻ നിൽക്കും. ഇന്നത്തെ പോളിഗ്രാഫ് ടെസ്റ്റിനിരുന്നാൽ നമ്മൾ മറന്നുപോയതാണെങ്കിലും നമ്മുടെ മനസാക്ഷി മറഞ്ഞു കിടക്കുന്ന തെറ്റുകളെ വെളിപ്പെടുത്തിക്കൊണ്ടുവരും. ഇന്നത്തെ പോളിഗ്രാഫ് ടെസ്റ്റിന് ഇത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ദൈവിക കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോ സർവശക്തനായവന്റെ മുഖം കാണുമ്പോ അഗ്നി ചോലക്കത്തുള്ള കണ്ണുള്ള യേശുക്രിസ്തുവിന്റെ മുഖം ദർശിക്കുമ്പോ നിശ്ചയമായി ഈ സ്മരണയുടെ പുസ്തകം തുറക്കുമ്പോ അവരിൽ മറഞ്ഞു കിടക്കുന്ന അവിടെ കുറവുകൾ മുഴുവൻ വെളിപ്പെട്ടു വരും. 2 ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം,
ആവർത്തന പുസ്തകം 32, 34, ഹോശയ 13, 12, പ്രവൃത്തികളുടെ പുസ്തകം. ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷേ ഒരു മനുഷ്യന്റെ പ്രവൃത്തി ഇത്രയേറെ എഴുതി തിട്ടപ്പെടുത്തണമെങ്കിൽ എത്ര പുസ്തകങ്ങൾ വേണം? ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഇന്നത്തെ 20 വർഷത്തെ മലയാള മനോരമ പത്രം നമ്മൾ അടുക്കി സൂക്ഷിക്കണമെങ്കിൽ ചില റൂമുകൾ വേണം. പക്ഷെ ഇത്രയും പത്രത്തിലെ വാർത്ത കേവലം നമുക്കൊരു ചെറിയ മെമ്മറി കാർഡിൽ സേവ് ചെയ്ത് വയ്ക്കാം എന്ന് ഓർക്കണമേ. ഇത്രയും കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സർവശക്തനായ ദൈവത്തിന് നമ്മുടെ പ്രവൃത്തികളെ നിശ്ചയമായി എഴുതി സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് പറയുന്നു. ദൈവത്തിന്റെ കൈവിരലുകൾ പ്രവർത്തിക്കുമ്പോ, ദൈവത്തിന്റെ വാക്കുകൾ പ്രവർത്തിക്കുമ്പോ നമ്മുടെ ഓരോ പ്രവൃത്തികളും ആ കോടതിയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. മൂന്നാമത്തെ പുസ്തകം റോമാലേഖനം 2-ാം അധ്യായം 11 മുതൽ 15 വരെ ഓർമ്മയുടെ പുസ്തകം, അല്ലെങ്കിൽ മനസ്സാക്ഷിയുടെ പുസ്തകം. നാം തെറ്റ് ചെയ്യാൻ നിന്നപ്പോ മനസ്സാക്ഷി നമ്മെ വിലക്കി. തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അത് തെറ്റാണെന്ന് വിലക്കി. പക്ഷെ മനം തിരിഞ്ഞില്ല. എത്രയോ പ്രാവശ്യം ദൈവം ഉണ്ട് എന്ന് ആരിൽ കൂടിയൊക്കെ പരമകാരുണ്യവാനായ ദൈവം നമ്മെ കേൾപ്പിച്ചു. എന്നിട്ടും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. കാരണം മനസ്സാക്ഷി അതിലേക്ക് തിരിയെന്ന് പറഞ്ഞിട്ടും മതത്തിന്റെയും പാരമ്പര്യത്തിന്റെ പിന്നാലെ പിടിച്ച് യേശുക്രിസ്തുവിനെ വിദേശിയെന്നും മറിയത്തിന്റെ പുത്രനെന്നും മനുഷ്യനെന്നും പറഞ്ഞുകൊണ്ട് ദൈവം ഒരിക്കൽ രക്ഷയെ സ്വീകരിക്കാതെ പോയ സ്നേഹിത, നിന്റെ മനസ്സാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്ന, നിന്റെ മനസ്സാക്ഷി നിനക്കെതിരായി തിരിയുന്ന പുസ്തകം അത്രേ മനസ്സാക്ഷിയുടെ പുസ്തകം. അത് തുറക്കുമ്പോ നമ്മുടെ മനസ്സാക്ഷി നമ്മെ കുറ്റവാളിയെന്ന് നമുക്ക് ബോധ്യമാക്കി തരും. 4-ാമത്തെ പുസ്തകം യിരെമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 13-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നെ വിട്ടു പോയവന്റെ പേര് ഞാൻ ഈ ഭൂമിയിൽ എഴുതി വയ്ക്കും. അതേ, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ 6-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിത ഒരു ദൈവാലയത്തിൽ ഇരിക്കുമ്പോൾ തന്റെ മുമ്പിൽ ഒരു പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു കൂട്ടം പേര് പറയുന്നു, ഇവളെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം. നീ ഇവൾക്ക് എന്ത് ശിക്ഷ വിധിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തു തന്റെ വിരലുകൾ കൊണ്ട് നിലത്തങ്ങോട്ട് എഴുതി. അവിടെ നിൽക്കുന്നവരുടെ പാപത്ത് മുഴുവൻ എഴുതി കാണിച്ചപ്പോ വന്നവരൊക്കെ കയ്യിലിരുന്ന കല്ലുകളും നിലത്തിട്ട് അവർ ഓടി ഒളിച്ചതുപോലെ, സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ ഭൂമി എന്ന പുസ്തകത്തെ തുറക്കുമ്പോ നമ്മൾ ഈ ഭൂമിയിൽ വച്ചു ചെയ്ത സകല കുറ്റങ്ങളും ആ ഭൂമിയിൽ വെളിപ്പെട്ടു വരും. അപ്പോൾ നാം കുറ്റവാളി എന്ന് തെളിയും. ഒടുവിലെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12, 13 വാക്യം പറയുന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം, ഒടുവിലെ പുസ്തകം, ജീവന്റെ പുസ്തകം. ജീവന്റെ പുസ്തകം എന്ന് പറയണമെങ്കിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന്റെ പേര് ജനന രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യും. അതുപോലെ ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ കൂടെ വീണ്ടും ജനിക്കുമ്പോഴാണ് അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കൊള്ളിക്കുന്നത്. എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവത്തെ കർത്താവ് വെളിപ്പെടുത്തി. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, മൂത്തവനും ഇളയവനും. ഇതിൽ മൂത്തവൻ അപ്പനെ അനുസരിച്ചു നിന്നു. ഇളയ പുത്രൻ ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്നിട്ട് പിതാവിനോട് പറഞ്ഞു, പിതാവേ, എന്റെ സ്വത്തുവക മുഴുവൻ എനിക്ക് വിഭജിച്ചു തരണം. മനസ്സോടെ സ്നേഹനിധിയായ പിതാവ് അവന്റെ സ്വത്തുവക അവന് വിഭജിച്ചു കൊടുത്തു. അവൻ തന്റെ കൂട്ടുകാരും ഒന്നിച്ച് ഓടിപ്പോയി തന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്ന കാശ് കൊണ്ട് വേശ്യമാരോടൊപ്പം അതിനെ ചെലവിട്ടുപോയി. ഒടുവിൽ സമ്പത്ത് തീർന്നപ്പോ കൂട്ടുകാര് വിട്ടുപോയി. ആശ്രയിക്കാൻ വഴിയില്ലാതെ വന്നപ്പോൾ ഒരു ധനാഠ്യൻ ആശ്രയിച്ചു. ധനാഠ്യൻ അദ്ദേഹത്തെ പന്നിയെ മേയ്ക്കുവാൻ ഏൽപ്പിച്ചു. പന്നി തിന്നുന്ന ഭക്ഷണം പോലും ലഭിക്കാതെ വന്നപ്പോൾ അപ്പന്റെ ഭവനത്തെ കുറിച്ച് ഓർത്തു. ഓടി അപ്പന്റെ ഭവനത്തിൽ കീറിയ ശരീരത്തോടെ, മുഷിഞ്ഞ വസ്ത്രത്തോടെ, തകർന്ന മനസ്സോടുകൂടി വന്നിട്ട് അപ്പന്റെ മുമ്പിൽ മുട്ടുമടക്കി പുത്രൻ പറയുന്നു, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഇതുപോലെ
ഏതൊരു മനുഷ്യനും കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണെന്നും നിത്യമായ നാശത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ക്രൂശിതനായി എന്നും ഒരുവൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അപ്പാ യേശുവേ, ഞാൻ നിന്നോട് പാപം ചെയ്തു, എന്റെ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് എന്നെ അങ്ങയുടെ പുത്രനാക്കി സ്വീകരിക്കണമേ എന്ന് ഒരുവൻ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അത്രേ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്. ആ എഴുതപ്പെട്ട പുസ്തകം തുറക്കും. ഇവരുടെ ആരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ല. വചനം അവിടെ പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. തീയുടെ മുകളിൽ നിൽക്കുന്ന ഇവർ നിത്യമായ നാശമെന്ന് അഗ്നികുണ്ഡത്തിന് വിധിക്കപ്പെടുവാൻ കുറ്റവാളികളെന്ന് തെളിഞ്ഞു. അപ്പോൾ അവരെ വെറുതെ ശിക്ഷിക്കാൻ പറ്റത്തില്ല, സാക്ഷികൾ വേണം. ഭൂമിയിൽ അനേക കള്ള സാക്ഷികളെ നമുക്ക് വെളിപ്പെടുത്തി ഇന്നത്തെ കോടതികളിൽ നിന്ന് ഇറങ്ങി വരാം. പക്ഷെ സ്വർഗത്തിലെ കോടതിയിൽ അങ്ങനെയുള്ള സാക്ഷികളെ അല്ല സ്വർഗത്തിലെ ദൈവം വിളിക്കുന്നത്. ബൈബിൾ വെളിപ്പെടുത്തുന്നു, നമുക്കെതിരെ സാക്ഷി പറയുവാൻ ഒരു കൂട്ടം എഴുന്നേറ്റ് വരും. സങ്കീർത്തനം 50:4, എന്റെ ജനത്തെ ന്യായം വിധിപ്പാൻ ഞാൻ മേലിൽ നിന്ന് ആകാശത്തെയും കീഴെ നിന്ന് ഭൂമിയെയും വിളിക്കും. ഹബക്കൂക്ക് 2:11, ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കും, മരപ്പണിയിൽ നിന്ന് തുലാ ഉത്തരം പറയും. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുന്നു, വിശ്വസ്ത സാക്ഷി പോൾക്ക് പറയുകയില്ല. ഇയ്യോബിന്റെ പുസ്തകം 20-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, ആകാശം അവന്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും, ഭൂമി അവനോട് എതിർത്ത് നിൽക്കും. അതേ പ്രിയ സ്നേഹിതരെ, ആകാശവും ഭൂമിയും നമുക്കെതിരായി സാക്ഷി പറയും. ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, പാസേ എങ്ങനെ ഈ മണ്ണ് സംസാരിക്കും? പ്രിയ സ്നേഹിതരെ, നാം സംസാരിക്കുന്നില്ലേ? നാം മണ്ണിന്റെ ഉൽപ്പന്നങ്ങളാണ്. നമ്മെ കൊണ്ട് ഇത്രയും അത്ഭുതം ദൈവത്തിന് ചെയ്യാമെങ്കിൽ ഈ മണ്ണിനെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ലയോ? യേശു പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. നമ്മളും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, നമ്മളും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ, നമ്മളും ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണികൾ, ഇതെല്ലാം മണ്ണിന്റെ ഉൽപ്പന്നങ്ങളത്രേ. ഈ മണ്ണ് കൊണ്ട് ഇത്രയും മഹാത്ഭുതങ്ങൾ മനുഷ്യന് ചെയ്യാമെങ്കിൽ മണ്ണിനെയും മനുഷ്യനെയും മെനഞ്ഞ സർവശക്തനായ ദൈവത്തിന് എത്ര അധികമെന്ന് ഓർക്കണമേ. ആകയാൽ സാക്ഷികളെയും ഹാജരാക്കി. ഇനി ദൈവത്തിന്റെ വിധി പ്രഖ്യാപനമാണ്. വിധി പ്രഖ്യാപനത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു പുസ്തകം തുറക്കും. നമുക്കിവിടെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഫുൾ ബെഞ്ച് എന്ന 3 ബെഞ്ചുകൾ കാണാം. അതുപോലെ ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്നീ കോടതികളും നമുക്ക് കാണാം. ഇതിലൊന്നും തീരാത്ത കേസുകൾ സർവ്വത സ്വർഗീയ കോടതിയിൽ തീരപ്പെടും. ഇവിടെ നീതി ലഭിക്കാത്ത കേസുകൾക്ക് സ്വർഗീയ കോടതികൾ നീതി ലഭിക്കും. സ്വർഗത്തിൽ ഒരേ ഒരു കോടതിയുള്ളൂ, മറ്റൊരു അപ്പീലിന് പോകുവാൻ കഴിയത്തില്ല. അവിടുത്തെ വിധി പ്രഖ്യാപനം അന്ത്യമായിരിക്കും. വിധി പ്രഖ്യാപനം യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, എന്നെ കൈക്കൊള്ളാതെ എന്നെ കുറ്റം വിധിക്കുന്നവനെ ന്യായം വിധിക്കുന്ന ഒരുവനുണ്ട്. ഞാൻ പ്രസംഗിച്ച വചനം അന്ത്യനാളിൽ അവനെ ന്യായം വിധിക്കും. അതെ, വിശുദ്ധ ബൈബിളിനെ ഇന്ന് വേണ്ട എന്ന് പുറത്തെറിയുന്നവർ, ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകമെന്ന് പുറത്തെറിയുന്നവർ ഓർക്കണവേ, ഈ പുസ്തകം നിനക്കെതിരെ സാക്ഷ്യം പറയുന്ന, ഈ പുസ്തകത്തിലെ വിധിക്കനുസരിച്ച് എന്നെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. വിശുദ്ധ ബൈബിൾ കേവലം യഹൂദന് വേണ്ടിയോ ക്രൈസ്തവന് വേണ്ടിയോ ദൈവം നൽകിയതല്ല, പകരം സകല ഭൂസീമവാസികൾക്കുമുള്ള നിയമ കൽപ്പന എഴുതിയിരിക്കുന്ന ഏക ഗ്രന്ഥമത്രേ വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം. പ്രിയ സ്നേഹിതരെ, ദൈവത്തിന്റെ കോടതിയിൽ ഒരേ ഒരു ശിക്ഷയുള്ളൂ, ഈ ഭാവികൾക്ക് നിത്യമായ മരണം എന്ന ശിക്ഷാവിധി. കർത്താവായ യേശുക്രിസ്തു ന്യായാസനത്തിരുന്നു കൊണ്ട് അന്ത്യവിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപായി അവർക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം, കർത്താവായ യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല
എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. 22-ാമത്തെ വാക്യത്തിൽ യേശു ആവർത്തിക്കുന്നു, അന്നാളിൽ എന്നോടവർ കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ അനേകം വീര്യപ്രവൃത്തികൾ ചെയ്തു. അതേ പ്രിയ സ്നേഹിതരെ, യേശുവിന്റെ നാമത്തിൽ ഇവിടെ വീര്യപ്രവൃത്തി ചെയ്താൽ ന്യായവിധിയിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കിയാൽ ന്യായവിധിയിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഒരു മാന്യത ലഭിച്ചെന്ന് പറഞ്ഞാൽ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാൻ കഴിയത്തില്ല. ദൈവ ഇഷ്ടമില്ലാതെ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ, പിതാവിന്റെ ഇഷ്ടം ചെയ്യാതെ ഇവിടെ കുറ്റവാളികളായി തീർന്നവർ ചോദിക്കും, കർത്താവേ നിനക്കെന്നെ അറിയത്തില്ലയോ? ഞാൻ നിന്റെ നാമത്തിൽ എത്ര അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു, ഞാൻ നിന്റെ നാമത്തിൽ എത്ര അടയാളങ്ങൾ ചെയ്തിരിക്കുന്നു. പക്ഷേ അവരെ നോക്കിയുള്ള അന്തിമ വിധി അതിശക്തമായിരിക്കും. അന്തിമ വിധി ഇതാ സിംഹാസനത്തിലിരിക്കുന്ന രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അവർക്ക് വിധിക്കപ്പെട്ട വിധി നിത്യ അഗ്നി, ഒരിക്കലും വിടുതലില്ലാത്ത അഗ്നി, ഒരിക്കലും വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത അഗ്നി കൂമ്പാരത്തിൽ അവർ തള്ളപ്പെടും. അതിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കർമ്മം അവിടെ മുമ്പിൽ അവശേഷിക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 10-11, യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 23-ാമത്തെ വാക്യം, എന്നാണ് സകല മുഴങ്കാലും എന്റെ മുമ്പിൽ മടങ്ങും, യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവിന്റെ മഹത്വത്തിൽ ഏറ്റുപറയും. കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ വെച്ച് ഇങ്ങനെ വിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? മനുഷ്യപ്രതിനിധിയായി മനുഷ്യന് വേണ്ടി നിലവിളിച്ച കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിലവിളിച്ചതാ കുഞ്ഞെ എന്ന യാഥാർത്ഥ്യം നിനക്ക് അപ്പോൾ മനസ്സിലാകും. ജീവൻ എന്ന് പറയുന്നത് ദൈവമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവൻ. മനുഷ്യന് പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രനായി ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ന്യായവിധി കേട്ട് കുറ്റവാളികളെന്ന് തെളിഞ്ഞ് ശിക്ഷയും അവിടെ മേൽ വിധിക്കപ്പെട്ടു. ശിക്ഷയ്ക്ക് വേണ്ടി പോകാൻ നിൽക്കുന്ന തങ്ങൾക്ക് മനസ്സിലാകും, തങ്ങളുടെ ജീവനായ ദൈവം എന്നേക്കും തങ്ങളെ വിട്ട് മാറുകയാണ്. ആ സമയത്ത് അവർ മാറത്തടിച്ച് വിളിക്കും, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടുവോ? ഈ ചോദ്യം ചോദിച്ചിട്ട് നിത്യമായ അഗ്നികുണ്ഡത്തിലേക്ക് പോകേണ്ടി വരും. ബൈബിൾ എഴുതി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-15 വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക നിത്യമായ മരണം. അതെ, യെശയ്യാ 66:24 രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നോട് അതിക്രമം ചെയ്തവരെ ഞാൻ ചെന്ന് നോക്കും, അവിടെ പുഴു ചാകയില്ല, അവിടെ തീ കെട്ടുപോകയില്ല, അവർ സർവക്ഷണത്തിനും അറപ്പായിരിക്കും. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാതെ നിത്യയുഗം ഈ അഗ്നികുണ്ഡത്തിൽ വീഴേണ്ടി വരും. എന്നാൽ വചനം പറയുന്നു, ഇപ്പോൾ സുപ്രസാദ കാലം. യെശയ്യാ 55:7 പറയുന്നു, ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടു തിരിയട്ടെ, ഭാവി ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ, ദൈവം അവനോട് ധാരാളമായി ക്ഷമിക്കും. റോമർ 8:31 പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയ ആത്മീകാചാര്യന്മാരെ, പ്രിയ ഉന്നതന്മാരെ, പ്രിയ രാഷ്ട്രീയ മേലാളന്മാരെ, പ്രിയ മതഗുരുക്കന്മാരെ, ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ നിന്ന് ആർക്കും തെറ്റിയൊഴിയുവാൻ കഴിയത്തില്ല. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, ഇപ്പോൾ സുപ്രസാദ കാലം. ഈ നാശത്തിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ, ഈ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് രക്ഷ പ്രാപിപ്പാൻ ഇതാ ദൈവം കർത്താവായ യേശുവിനെ പരസ്യമായി നമുക്ക് നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലാണെങ്കിൽ നാളെ അവൻ ജഡ്ജിയായിരിക്കാൻ പോകുന്നു. ഇന്ന് നമുക്ക് വേണ്ടി വാദിക്കും, അന്നവൻ വിധി പ്രഖ്യാപിക്കും. തെറ്റിയൊഴിയുവാൻ ഒരേ ഒരു വഴി, ഇപ്പോൾ തന്നെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിപ്പിക്കും. ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും, പാസ്റ്റേ ഞാൻ എന്ത് ചെയ്യണം? മറുപടി ബൈബിൾ പറയുന്നു, കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. അതെ, കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന്, ആ യേശു ക്രൂശിക്കപ്പെട്ടത് പാപത്തിന്റെ പ്രതികാരത്തിന് വേണ്ടിയാണെന്ന്, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്നും
വീണ്ടും വേഗത്തിൽ വരുമെന്നും ഈ ന്യായാസനത്തിൽ അവൻ ഇരിക്കുമെന്നും പൂർണ്ണമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിന്റെ പാപത്തെ കർത്താവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട്, യേശുവേ, എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് രക്ഷകനുമായി കടന്നു വരണമേ എന്ന് യേശുവിനെ വിളിച്ചാൽ ജീവനായ ക്രിസ്തു നിന്നിലേക്ക് കടന്നു വരും. അപ്പോൾ നിന്നിൽ നിത്യജീവൻ ഉടലെടുക്കും. തുടർന്ന് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനെ പിൻപറ്റി അവൻ ഈ ജീവിതം ധന്യമാക്കി അനന്തതയിലെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ശബ്ദം ശ്രമിക്കുന്നു സകല മാന്യ ശ്രോതാക്കളോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.